അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ നിമിഷമല്ലേ പുണ്യ റമദാനിലെ രാപ്പകലുകളിൽ അള്ളാഹുവിൻ്റെ ദിക്റുമായി ഒരുമിച്ച് കൂടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ മഹാഭാഗ്യം എന്താണ്? അള്ളാഹിൻ്റെ മലക്കുകളിങ്ങനെ യതൂഫൂന ഫിത്തുർക്ക്, അവരിങ്ങനെ ഓരോ വഴിയിലും അന്വേഷിച്ച് നടക്കാൻ. എവിടെയാണ് അഹ്ലു ദിക്ർ ഉള്ളത്? ദിക്ർ ഹൽക്കകൾ എവിടെയാണുള്ളത്? ദിക്റിൻ്റെ മജ്ലിസുകൾ എവിടെയാണുള്ളത്? ദിക്ർ ചൊല്ലുന്ന ആളുകൾ എവിടെയാണുള്ളത്? അവരിങ്ങനെ തേടി 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 നടക്കാൻ. അങ്ങനെ ദിക്ർ ചൊല്ലുന്ന ആളുകളെ കണ്ടെത്തിയാൽ അവർ വേഗം അവരുടെ കൂടെ പോയിരിക്കും. അവരും ദിക്ർ ചൊല്ലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിക്ർ ചൊല്ലുന്നവർക്ക് പാപമോചനം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹിൻ്റെ ദിക്ർ വേണം. വേറെ എന്തുണ്ടായിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. പൈസ കൊണ്ട് സമാധാനം കിട്ടൂല, മക്കളെ കൊണ്ട് സമാധാനം കിട്ടൂല, ഭാര്യ ഭർത്താവിനെ കൊണ്ട് സമാധാനം കിട്ടൂല. സമാധാനം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ദിക്റുള്ളയാണ്. ദിക്റുള്ള. നമ്മുടെ കുടുംബത്തിൽ സന്തോഷം വേണ്ടേ? എല്ലായിടത്തും ദിക്റുള്ള ഉണ്ടാകട്ടെ. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ കേവലം വായ കൊണ്ട് ചൊല്ലുന്ന ദിക്ർ എന്ന് മാത്രമല്ല. ഭാര്യയെ നോക്കുമ്പോൾ എനിക്ക് അള്ളാഹനെ ഓർമ്മ വരണം, മക്കളെ കാണുമ്പോൾ അള്ളാഹനെ ഓർമ്മ വരണം. എല്ലായിടത്തും അല്ലാ 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 അല്ലാ. അതിനെന്ത് റെഡിയാകണം? അല്ലാഹു അക്ബർ റെഡിയാക്കണം. എന്താ അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അല്ല. നമ്മളങ്ങനെയല്ല. ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താണ് എനിക്ക് വലുതാകേണ്ടത്? അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. എങ്ങനെ? എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വേണോ? അള്ളാഹ് തന്നെയാണ് ഏറ്റവും വലിയവൻ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. എൻ്റെ സമ്പത്തല്ല, എൻ്റെ കച്ചവടമല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ വീടല്ല, എൻ്റെ കാറല്ല, എൻ്റെ സ്വത്തല്ല, വാട്ടെവർ. എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്. ഈ ബോധ്യത്തിൽ അല്ലാഹു അക്ബർ പറയുന്നവർക്ക് മനസ്സിന് ആശ്വാസം ഉണ്ടാകും, മനസ്സിന് സമാധാനം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ താങ്ങും തണലും ഉണ്ടാകും. ഈ ബോധ്യത്തിൽ നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്തിലും സമാധാനം ആസ്വദിക്കാൻ പറ്റും. ഒരു 33 തവണ പറഞ്ഞ് അല്ലാഹു അക്ബർ 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 അല്ലാഹു أكبر الله 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 أكبر ولله الحمد. എനിക്ക് ഏറ്റവും വലുതെൻ്റെ റബ്ബാണ്. അതങ്ങനെ ആകണമെന്നേ. അങ്ങനെ ആകണം. അള്ളാഹിനേക്കാൾ വലുതൊന്നുമില്ല. എല്ലാത്തിനും വലുത് അള്ളാഹ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ കല്യാണ പേക്കൂത്തൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു, എങ്ങനെയാണ് ഇപ്പോൾ അവരെയൊക്കെ വെറുപ്പിക്കുക, എനിക്കന്ന് ആ പൈസ ഒന്ന് സഹായിച്ചില്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഘടന നടക്കാൻ. അവിടെ ആ പേക്കൂത്തിൽ പങ്കെടുക്കണോ അല്ല എൻ്റെ റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ച് മാറി നിൽക്കണോ? അവിടെ ആരാണ് അക്ബറാവുക? എൻ്റെ മുത്താപ്പായാണ് വലുത്. അള്ള അവിടെ ഇങ്ങനെ താന്നു നിൽക്കുക. എൻ്റെ മനസ്സിൽ നിനക്ക് സമാധാനം കിട്ടൂല. എവിടെയും അള്ള ഉയർന്നു നിൽക്കണം. എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനില്ല. അവിടെ എന്ത് നടന്നോട്ടെ, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്ത പരിപാടിക്ക് ഞാനില്ല. ഭർത്താവ് ഭാര്യയുടെ ഹറാമായ ഒരു സംഗതി പറയാൻ, ഈ മനുഷ്യനാണ് എന്നെ നോക്കണത്, ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിൽ ആകെ ഇടങ്ങേറാ. സംഗതി അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആരക്ബറായി? കെട്ടിയവൻ അക്ബറായി, അള്ളാഹ് താന്നുപോയി. അപ്പോൾ കെട്ടിയവൻ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതി പറയുകയാണെങ്കിൽ അവിടെ അനുസരിക്കാൻ പാടില്ല. അവിടെ അല്ലാഹു അക്ബർ, അള്ളാഹു എനിക്ക് വലുതാകണം. ആ അല്ലാഹു അക്ബർ അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പോൾ അവർക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റും. ആരിഫ്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ സന്തോഷം ലഭിക്കാനുള്ള മറ്റൊരു ദിക്റാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ. അതാണ് മീസാന് ഭാരം കൂട്ടുന്ന ദിക്ർ. മീസാനിന് ഭാരം കൂട്ടുന്ന ദിക്റാണ്.
അത്രമേൽ അത്ഭുതമാണ് ആ ദിക്ർ. എനിക്കൊരു പരിശുദ്ധിയില്ല, പരിശുദ്ധി മുഴുവൻ ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രം. ആ ബോധ്യത്തിലാണ് ചൊല്ലേണ്ടത്. 33 തവണ ചൊല്ലിക്കേ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീയാണ് പരിശുദ്ധൻ, നീ മാത്രമാണ് റബ്ബേ പരിശുദ്ധൻ. അല്ലേ? എനിക്കൊരു കഴിവുമില്ല. നമ്മൾ ലാ ഹൗലയിൽ പറയുന്നത് എന്താ? നമ്മൾ ശരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹ് ഏറ്റെടുക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ബോധ്യത്തിലങ്ങ് നിന്നു കൊടുത്താൽ മതി. വെറുതെ പടച്ചോനെ എന്നെക്കൊണ്ട് പറ്റൂല, അള്ളാഹ് പറ്റുന്നത് നിന്നെക്കൊണ്ട് മാത്രമാണ്. അതാണ് ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല. ചൊല്ല് ലാ ഹൗല, ലാ ഹൗല ചൊല്ലിക്കോ, ജീവിതം അടിപൊളിയാവുന്നതാണ്. ഏത് ബോധ്യത്തിൽ ചൊല്ലണം? ആ ലാ ഹൗലയുടെ ആശയം എന്താണ്? എന്നെക്കൊണ്ടൊരു കഴിവില്ല, കഴിവ് മുഴുവൻ ആർക്ക് മാത്രം? നിനക്ക് മാത്രം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. അല്ലാഹുവേ, ഞാൻ നിന്റെ വിനയവിധേയനായ ഒരടിമയാണ് അല്ലാഹ്. പടച്ചോനെ, നീ കൈവെടിയല്ലേ തമ്പുരാനെ, നീയല്ലാതെ ഒരു കഴിവുമുള്ളവനില്ല അല്ലാഹ്. കഴിവ് മുഴുവൻ നിനക്ക് മാത്രമാണ് അല്ലാഹ്. ഈ ബോധ്യത്തിലാണ് ലാ ഹൗല ചൊല്ലേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹ് ഏറ്റെടുക്കാനുള്ള ദിക്ർ ഏതാ? അത് അഫ്ളലു ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് ബോധ്യത്തിൽ അത് ചൊല്ലേണ്ടത്? എനിക്ക് അല്ലാഹയല്ലാതെ ആരുമില്ല, അല്ലാഹയല്ലാതെ എനിക്കാരുമില്ല, അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ് സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ് മനപ്രയാസങ്ങളെല്ലാം നീ നീക്കണേ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടാൻ ഈ ദിക്ർ മുറുകെ പിടിച്ചാൽ മതി യാ സലാമു യാ അല്ലാഹ് 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 കരുണക്കടലായ റബ്ബേ സലാമായ അല്ലാഹ് നിന്റെ കരുണാ കടാക്ഷം ഞങ്ങളിൽ നീ നൽകണേ അല്ലാഹ് റഹ്മത്തിന്റെ വത്താണല്ലേ ഇതിങ്ങനെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു 3 തവണ പറഞ്ഞേ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين
അള്ളാഹു സ്വീകരിക്കട്ടെ. ഏത് സദസ്സും സ്വീകരിക്കാൻ മുത്ത് ഹബീബിന്റെ മദ്ഹ് നിർബന്ധമല്ലേ? അല്പം മുത്തുനബിയുടെ മദ്ഹ് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് കൈ ഉയർത്താം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതി നിങ്ങൾ മറക്കരുത് കേട്ടോ. പാവപ്പെട്ട 2 കുടുംബങ്ങൾ നമ്മൾ ഏറ്റെടുത്തിരിക്കാൻ ഈ റമദാനിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ലൊരു ഹദിയ അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കില്ലേ? പടച്ച റബ്ബാൽ തൃപ്തിപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الصبح بدا من طلعته والليل دجا من وفرته الله 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 الله. ഉഷാറായിട്ട് ചൊല്ലണം കേട്ടോ. മുത്തുനബിയോടുള്ള മഹബത്ത് നിറഞ്ഞു നിൽക്കെ ചൊല്ലണം. അല്ലാഹു 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 الله كنز الكرام مول النعم هادي الأمم لشريعته الله 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 الله. أزكى النسب أعلى الحسب كل العرب في خدمته الله 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 الله. سعت الشجر ناتق الحجر شق القمر بإشارته الله 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 الله. جبريل أتى ليلة أسرى والرب دعاه لحضرته الله 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 الله. കരുണക്കടലായ റബ്ബേ, നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ, ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, സ്വലവാത്തുകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. പലരും സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു ഏറ്റെടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകി റാഹത്തായ ജീവിതം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുണ്ട് അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ തമ്പുരാനെ. പടച്ചവനെ, ഖൽബ് നിറയെ നിന്നോടുള്ള സ്നേഹം നൽകണയല്ല, നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നൽകണയല്ല. ആരംഭപ്പൂവായ തങ്ങളെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഖൽബിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, നിനക്കറിയാത്തതല്ലല്ലോ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ഖൽബിൽ ഒരുപാട് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളുണ്ട്, അകറ്റണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ
നൽകണേ റഹ്മാനേ. യാ റബ്ബനാ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും രോഗികളാണ്. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ നീ വെളിച്ചം നൽകണയല്ല. വീട്ടിൽ വെളിച്ചം നൽകണയല്ല. കുടുംബത്തിൽ ഐക്യം നൽകണയല്ല. അയൽപക്ക ബന്ധങ്ങളിൽ ബറക്കത്ത് നൽകണയല്ല. ഞങ്ങളോട് മിണ്ടാതെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവർ ഞങ്ങളുടെ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ ഉണ്ടെങ്കിൽ അവരുടെയും ഖൽബ് നീ നന്നാക്കി ഞങ്ങളിലേക്ക് തിരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കണയല്ല. ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുകയാണ്. ഉന്നത വിജയം നൽകണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. തോറ്റുപോകുന്നൊരവസ്ഥയിൽ നിന്ന് കാവലേകണയല്ല. മക്കൾ നിമിത്തം അപമാനിക്കപ്പെടുന്നൊരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലയല്ല. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ റൂഹ നീ പിടിക്കല്ലയല്ല. യത്തീമാക്കല്ലയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന്റെ വില പറയുന്ന ഗതികേട് നൽകല്ലയല്ല. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. അങ്ങ് പ്രവാസ ലോകത്തിരുന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. യാ റബ്ബനാ, പടച്ചവനെ, അതിലൊരുപാട് ആളുകൾക്ക് ഇന്ന് റമദാൻ 5ാമത്തെ രാവാണ്. എത്രയാണെങ്കിലും യാ റബ്ബി, പരിശുദ്ധ റമദാനിലെ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ കബൂൽ ചെയ്യണയല്ല. ഞങ്ങൾ ചൊല്ലിയതെല്ലാം സ്വീകരിക്കണയല്ല. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മദദ് തരണയല്ല. തിരുനോട്ടം നൽകണയല്ല. അവിടുത്തെ പോലെ സ്വർഗീയ ലോകത്ത് അവിടുത്തെ ചാരയായി ഒരുമിക്കാൻ, അവിടുത്തെ ചാരത്ത് ഒരുമിക്കാൻ ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്, ഇണകൾക്ക് നീ തൗഫീഖ് നൽകണയല്ല. ആ ഫാത്തിമ ബീവിയുടെ പേര് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല റബ്ബേ. എന്നാലും ഞങ്ങൾ വല്ലാതെ മഹബത്ത് വെക്കുന്നുണ്ട് നിന്റെ ഹബീബിന്റെ പൊന്നുമോളല്ലേ അല്ലാ. അവിടുത്തെ മദദ് തരണയല്ല. റഹ്മുർ-റഹീമായ റബ്ബേ, പ്രവാസികൾ ഒരുപാട് പ്രയാസങ്ങളിലുള്ളവരുണ്ട്, ഖൈർ നൽകണയല്ല. അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണയല്ല. പഠിച്ചവനെ, ഉമ്മത്ത് മുസ്ലിമിന് സമാധാനം നൽകണയല്ല. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകണയല്ല. ഇസ്സത്ത് നൽകണയല്ല. സുഡാനിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ പല ദിക്കുകളിലും മുസ്ലിം ഉമ്മത്ത് വേദനകൾ അനുഭവിക്കുന്നവരാണ്. അല്ലാ, നീ കാവലേകണയല്ല. ശത്രുക്കളെ പരാജയപ്പെടുത്തണയല്ല. നിന്റെ പരിശുദ്ധ ഭൂമിയായ മക്കയും മദീനയും കാണാതെ, കഅബയുടെ ഖില്ല പിടിക്കാതെ, റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരച്ചെന്ന് സലാം പറയാതെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഭർത്താവ് മരിച്ചവരുണ്ട്, ഭാര്യ മരണപ്പെട്ടവരുണ്ട്. യാ റബ്ബനാ, സ്വർഗീയ ലോകത്ത് സ്നേഹം നിറഞ്ഞ ഇണകളായി ഒരുമിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മക്കൾ മരിച്ചവരുണ്ട്, സ്വർഗീയ ലോകത്ത് മക്കൾ സ്വീകരിക്കാൻ, മക്കളാൽ സ്വീകരിക്കപ്പെടാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.